ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് റെഡ് അലർട്ട്. ശനിയാഴ്ച രാവിലെ 2:30 മുതൽ ഞായറാഴ്ച രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം 2ാം ദിവസത്തിലേക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റ് നിർത്തിവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി. പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷാണ് വരൻ. ഗുരുവായൂരിൽ ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് റെഡ് അലർട്ട്. ശനിയാഴ്ച രാവിലെ 2:30 മുതൽ ഞായറാഴ്ച രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം 2ാം ദിവസത്തിലേക്ക്. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU, ചാലക്കുടി മേഖലാ കമ്മിറ്റി CITUവിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നിർത്തിവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. ചാലക്കുടി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ യോഗം ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന സെക്രട്ടറി G. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CS അനിൽ അധ്യക്ഷത വഹിച്ചു. അനന്തപത്മനാഭൻ, സുമി PB, അരുൺ പോൾ, അഖിൽ സുബ്രൻ, PS മോഹനൻ, സുന്ദർ VM, രഞ്ജിത്ത് TR, ഷാജു പോട്ട, ലിനിഷ് PV, സേവ്യർ ചാലക്കുടി, ജിഷ്ണു രാജ്, അജിത് KS എന്നിവർ സംസാരിച്ചു. 2/2024 ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഗ്രൗണ്ട് സർക്കാർ സജ്ജീകരിച്ച് നൽകണമെന്നും ടെസ്റ്റുകളുടെ എണ്ണം 60 വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി. പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷാണ് വരൻ. ഗുരുവായൂരിൽ വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. ഈ വർഷം ജനുവരിയിൽ കുടകിൽ വെച്ച് മാളവികയുടെയും നവനീതിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് നവനീത്. നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോന്റെയും വത്സയുടെയും മകനാണ്. ചുവന്ന സാരിയിൽ അതിസുന്ദരിയായിരുന്നു മാളവിക. നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപിയും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ജയറാമിന്റെയും പാർവതിയുടെയും മൂത്ത മകനും നടനുമായ കാളിദാസും വിവാഹത്തിനുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ജയറാമും പാർവതിയും വിവാഹിതരായതും ഗുരുവായൂർ നടയിൽ വച്ചായിരുന്നു. വിവാഹാനുബന്ധ വിരുന്നു പരിപാടികൾ തൃശൂരിലെ ആഡംബര ഹോട്ടലിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം വൻ VIP-കൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃശൂരിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വ്യാഴാഴ്ച വൈകിട്ട് വന്ദേ ഭാരതിലാണ് തൃശൂരിൽ എത്തിയത്. മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും കമൽഹാസൻ അടക്കം തമിഴ്, കന്നഡയിലെയും സിനിമാ മേഖലയിലുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സിനിമാ രാഷ്ട്രീയ രംഗത്തുള്ളവരും എത്തുന്നതിനാൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. തൃശൂരിലും ഗുരുവായൂരിലും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ ജാഗ്രത തുടരുന്നു. 4 ജില്ലകളിൽ മുന്നറിയിപ്പ്. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. മെയ് 6 വരെ സംസ്ഥാനത്ത് താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഈ പശ്ചാത്തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം മെയ് 6 വരെ അവധി പ്രഖ്യാപിച്ചിരുന്നു. NCC, NSS എന്നിവയുടെ പകൽ സമയത്തെ പരിശീലനം, പരേഡ്, ഡ്രിൽ തുടങ്ങിയവ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയങ്ങളിൽ ചിലയിടങ്ങളിൽ മഴ ലഭിച്ചേക്കും. പൊതുജനങ്ങൾക്ക് ഇടിമിന്നൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 50 വർഷത്തെ പ്രവർത്തന പരിചയവുമായി സബ്കാർ എന്ന സ്ഥാപനം ഹൈപ്പർ മാർട്ടുമായി പോയ പൂപ്പത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം KVVS ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. ഏറ്റവും ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്കെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം
KVVES ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. ഈ യൂണിറ്റ് ഈ ഗ്രാമപ്രദേശത്ത് വളരെ ഭംഗിയായി പൂപ്പതിയിൽ ഈ സംഘടനാ സംവിധാനത്തെ കൊണ്ട് നടക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ വ്യാപാരത്തെ അഭിവൃദ്ധിപ്പെടുത്താനും അതും ഭംഗിയായി കൊണ്ട് നടക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. അത്തരത്തിൽ അദ്ദേഹം ഒരു റോൾ മോഡൽ കൂടിയാണ്. കാരണം ഞങ്ങളുടെ ഇടയിൽ തന്നെ കുറേ ആളുകൾ അങ്ങനെയുണ്ട്, സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചാൽ അവർ പറയും ഇപ്പോൾ കച്ചവടം നോക്കാൻ സമയം കിട്ടുന്നില്ല, ഞാൻ ഇതിൽ നടക്കുകയാണെന്ന് പറയും. രണ്ടും കൂടി നടത്തണം എന്നുള്ളതാണ് അതിന് ശരി. കച്ചവടം ഇല്ലാതായിട്ട് നേതാവായി നടന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം കച്ചവടക്കാരനാണ് കച്ചവടക്കാരൻ്റെ നേതാവാകേണ്ടത്. അപ്പോൾ അതിനൊരു മോഡൽ കൂടിയാണ് യഥാർത്ഥത്തിൽ പരമേശ്വരൻ ചേട്ടൻ. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം ഇത്തരം ഒരു സ്ഥാപനത്തെ കെട്ടിപ്പടുക്കാൻ. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറിയില്ലെങ്കിൽ നമ്മൾ വല്ലാതെ പുറകോട്ട് പോയി പോകും. അതിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയായിട്ട് നമുക്ക് ഈ സ്ഥാപനത്തെ ദർശിക്കാൻ കഴിയും. ഇന്ന് വലിയ കോർപ്പറേറ്റുകളൊക്കെ ചെറിയ ചെറിയ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ റീറ്റെയിൽ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും വ്യാപാരികൾ വലിയ ഈ കോർപ്പറേറ്റുകളുടെ വലിയ സ്ഥാപനങ്ങൾ കണ്ട് ഞങ്ങൾക്കൊന്നും ഇനി രക്ഷയില്ല എന്ന് പരിതപിക്കുന്നതിന് പകരം തങ്ങളാൽ ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളും ഒട്ടും പുറകിലല്ല, ഞങ്ങളും അതിന് പ്രാപ്തരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. പൊയ്യ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TS രഘു ആദ്യ വിൽപ്പന നടത്തി. KVVS കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ KI നജാഗ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സബ്കാർ പരമേശ്വരൻ, TK കുട്ടൻ, സാബു കൈതാരൻ, MB സുരേഷ്, MS രമേശ്, സബ്കാർ MD PP സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സബ്കാർ കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ദിവസം മുതൽ ഓണക്കാലം വരെ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ 2 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ. എല്ലാ ഞായറാഴ്ചയും രാത്രി 8-ന് നറുക്കെടുപ്പ്. സെപ്റ്റംബർ 15-ന് ബമ്പർ നറുക്കെടുപ്പ് നടത്തും. ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്.
വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. മതിലകം ഓണച്ചമ്മാവ് സ്വദേശി മുല്ലച്ചാം വീട്ടിൽ മുഹമ്മദ് മൻസൂറിനെയാണ് മതിലകം ഇൻസ്പെക്ടർ കെ നൌഫലും സംഘവും അറസ്റ്റ് ചെയ്തത്. ഒരു വർഷത്തിനിടെ പലതവണ ഇയാൾ യുവതിയെ പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപത്തെ ഷെഡിൽ നിന്ന് അടയിരുന്ന മലമ്പാമ്പിനെ പിടികൂടി. 12 അടി നീളമുള്ള പാമ്പിനെയും 15 മുട്ടകളുമാണ് കണ്ടെത്തിയത്. സമീപത്തെ ഹോട്ടൽ ജീവനക്കാരാണ് പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുരം സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. കുരിവിലശ്ശേരി നിത്യസഹായമാല ദേവാലയത്തിൽ പരിശുദ്ധ നിത്യസഹായ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും തിരുനാളിന് കൊടിയേറി. പൊയ്യ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ വികാരി ഫാദർ ഫ്രാൻസിസ് കോപ്പടമാളൻ കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, കുടുംബ യൂണിറ്റ് മതബോധന സംയുക്ത വാർഷികം നടന്നു. ശനിയാഴ്ച വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടക്കും. മെയ് 5 ഞായറാഴ്ചയാണ് തിരുനാൾ. പരിശുദ്ധ നിത്യസഹായ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും തിരുസ്വരൂപം അലങ്കൃത വീതികളിലൂടെ തിരുനാൾ പന്തലിലേക്ക്, തുടർന്ന് ആഘോഷമായ ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം, രൂപം എടുത്തുവയ്ക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. വേനൽ ചൂടിൽ ആശ്വാസമായി മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ IYF തണ്ണീർ പന്തൽ ഒരുക്കി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. AYF മാള മണ്ഡലം സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എല്ലാ ദിവസവും മുടങ്ങാതെ തണ്ണീർ പന്തലിൽ വെള്ളം എത്തിക്കുമെന്ന് പ്രവർത്തകർ അറിയിച്ചു. ലിബിൻ പ്ലാക്കിൽ, അഡ്വക്കേറ്റ് സച്ചിൻ സദാനന്ദൻ, നിരഞ്ജന ശ്രീജിത്ത്, KR സുർജിത്ത്, സിജു സുകുമാരൻ, CC അജയ് കുമാർ, BN മണി എന്നിവർ നേതൃത്വം നൽകി. കൈപ്പിള്ളി പൈലി ആൻഡ് LC പൈലി മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും അറക്കൽ മാളക്കാരൻ ആന്റണി മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഉദയം സോക്കർ ഫെസ്റ്റ് മെയ് 5 മുതൽ 12 വരെ ഐരാണിക്കുളം ഗവൺമെന്റ് സ്കൂൾ ഫ്ലഡ് ലിറ്റ് മൈതാനിയിൽ നടക്കുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കുളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ഉദ്ഘാടനം നിർവഹിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7:30 മത്സരങ്ങൾ ആരംഭിക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ വാർഡ് മെമ്പർ സന്തോഷ് കുമാർ പരിപാടികൾ വിശദീകരിച്ചു. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നവീകരിച്ച ആളൂർ പ്രസാദവരനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ജൂബിലി വർഷ ഉദ്ഘാടനവും ഇരിങ്ങാലക്കുട രൂപത മെത്രാൻമാർ പോളി കണ്ണൂക്കാടിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 5 പകൽ 2:30 ചടങ്ങുകൾ നടക്കുന്നത്. മുൻ വികാരി ഫാദർ ജോസ് പന്തലുക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ വിൽസൺ ഇരുത്തർ അധ്യക്ഷനാവും. വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, പള്ളി നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ടോണി പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് മെയ് 6 നടക്കുന്ന ഇടവക ദിനാചരണം വൈകിട്ട് 5:30 മുൻ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്യും. ആളൂർ പള്ളി വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, ജനറൽ കൺവീനർ ജോൺസൺ ബാലപ്പൻ, കൈക്കാരന്മാരായ ജെയ്സൺ ചാതേലി, ജോസ് മാണിയക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ മെയ് 5 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ദിനം രാവിലെ 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഊട്ടുവെഞ്ചിരിപ്പ് ഉണ്ടായിരിക്കും. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 8:30 വിശുദ്ധ കുർബാനയും 10 തിരുനാൾ പാട്ട് കുർബാനയും ഉണ്ടാകും. പള്ളി വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, ജനറൽ കൺവീനർ ജോയ് വടക്കേത്തല, ജോയിന്റ് ജനറൽ കൺവീനർ റിൻഡോ കാളത്തുപറമ്പിൽ, സെക്രട്ടറി ജസ്റ്റിൻ പന്തല്ലിപ്പാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് റെഡ് അലർട്ട്. ശനിയാഴ്ച രാവിലെ 2:30 മുതൽ ഞായറാഴ്ച രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം 2ാം ദിവസത്തിലേക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റ് നിർത്തിവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി. പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷാണ് വരൻ. ഗുരുവായൂരിൽ ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.